അന്തരിച്ച ഹൈദരലി തങ്ങളെയും സാദിഖ് അലി തങ്ങളെയും സമൂഹമാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയ വ്യക്തിക്കെതിരെ പരാതി. യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകിയത്. MK കബീറിനെതിരെയാണ് തിരൂരങ്ങാടി പോലീസിൽ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് സഹിതം യൂത്ത് ലീഗ് പരാതി നൽകിയത്. തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജനവേദി എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ കബീർ MK എന്ന വ്യക്തി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെയും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും നിരവധി മഹല്ലുകളിലെ ഖാസിയും മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ നേതാവുമായ തങ്ങളെ അപമാനിക്കുന്നതിലൂടെ സമൂഹത്തിൽ വിഭാഗീയതയും കലാപവും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പോസ്റ്ററുകൾ കബീർ പ്രചരിപ്പിക്കുന്നതെന്ന് UA റസാഖ് നൽകിയ പരാതിയിൽ പറയുന്നു. തിരൂരങ്ങാടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ജനവേദി. ആ ജനവേദി വാട്സപ്പ് ഗ്രൂപ്പിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും അതുപോലെ തന്നെ സമുദായത്തിൻ്റെ ആത്മീയ നേതാവൊക്കെ ആയിട്ടുള്ള പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെയും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹമാധ്യമത്തിൽ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അയാൾക്കെതിരെ തിരൂരങ്ങാടി സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. നാട്ടിൽ കലാപം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പരാതി നൽകിയിട്ടുള്ളത്. ഈ വിഷയം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് പകരം പ്രമുഖ നേതാക്കളെ അപഹസിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ഈ പ്രവർത്തനം ഒരു നിലക്കും യോജിക്കാൻ കഴിയില്ല. ഇത്തരം നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോകും. ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ കേസെടുത്ത് തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ളവയിലേക്ക് യൂത്ത് ലീഗ് കടക്കും. ഇത്തരം ക്രിമിനലുകൾക്കെതിരെ കൃത്യമായ നടപടി വേണം എന്നുള്ളതാണ് യൂത്ത് ലീഗിനെ ആവശ്യപ്പെടാറുള്ളത്. പരേതനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ തോളിൽ സ്ത്രീ ഇരിക്കുന്ന ചിത്രം ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നവയാണെന്നും അതുകൊണ്ട് ഇയാൾക്കെതിരെ കലാപാഹ്വാനമടക്കമുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നും റസാഖ് ആവശ്യപ്പെട്ടു.